2 വർഷത്തെ സമയപരിധിക്കുള്ളിൽ 2 എഞ്ചിനുകൾ തയ്യാറായി കഴിഞ്ഞു. കാവേരി ഡെറിവേറ്റീവ് എഞ്ചിന്റെ 2 മൊഡ്യൂളുകളുടെ നിർമ്മാണവും വിതരണവും ഗോദ്റേജ് എയറോസ്പേസ് വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇനി കാവേരി എഞ്ചിന്റെ 6 മൊഡ്യൂളുകൾ കൂടി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്യാസ് ടർബൈൻ റിസർച്ച് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. ഇന്ത്യയുടെ തദ്ദേശീയ എയറോ എഞ്ചിൻ നിർമ്മാണ ശേഷിയിലെ ഒരു സുപ്രധാന നാഴികക്കല്ല്. അതായത് പ്രതിരോധ വ്യോമയാനത്തിൽ സാങ്കേതിക സ്വാശ്രയത്തിലേക്കുള്ള ഒരു നിർണായക ചുവടുവയ്പ്പാണ് ഇന്ത്യയുടേത്. 2022 സെപ്റ്റംബറിലാണ് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ട്രൈ കാവേരി എഞ്ചിൻ പ്രൊജക്ടിനായി 8 മൊഡ്യൂളുകൾ നിർമ്മിക്കുന്നതിനുള്ള കരാർ ഗോദ്റേജ് എയറോസ്പേസിന് നൽകിയത്. ആഫ്റ്റർ ബർണർ ഇല്ലാതെ 48 kN ത്രസ്റ്റ് ട്രൈ കാവേരി ഡെറിവേറ്റീവ് എഞ്ചിനായി 8 മൊഡ്യൂളുകൾ നിർമ്മിക്കുന്ന കരാറായിരുന്നു ഇത്. ആദ്യമായി നമ്മുടെ ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് തേജസ് യുദ്ധവിമാനത്തിനായിട്ടാണ് ഈ കാവേരി എഞ്ചിൻ വിഭാവനം ചെയ്തത്. ഈ യഥാർത്ഥ കാവേരി എഞ്ചിനിൽ നിന്നാണ് ഇപ്പോൾ ഈ വകഭേദം പരിണമിച്ചിരിക്കുന്നത്. GTREയും ഗോദ്റേജ് എയറോസ്പേസും തമ്മിലുള്ള കരാർ തുടക്കത്തിൽ ട്രൈ കാവേരി എഞ്ചിനുള്ള ആദ്യ സെറ്റ് മൊഡ്യൂളുകൾ 2024 മാർച്ചോടെ വിതരണം ചെയ്യാനാണ് തീരുമാനിച്ചിരുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 6 എഞ്ചിനുകളുടെ 8 മൊഡ്യൂളുകൾ നിർമ്മിക്കാൻ ഗോദ്റേജ് എയറോസ്പേസിനാണ് കരാറുള്ളത്. ഈ കരാർ ഗോദ്റേജ് എയറോസ്പേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന നേട്ടം തന്നെയാണ്. DRDOയുടെ കാവേരി ഡെറിവേറ്റീവ് എഞ്ചിന്റെ നിർമ്മാണ മൊഡ്യൂളുകൾക്കായി ഓർഡർ നേടിയ ആദ്യത്തെ ഇന്ത്യൻ സ്വകാര്യ കമ്പനിയാണ് ഗോദ്റേജ് എയറോസ്പേസ്. ഇപ്പോൾ ഇവർ നേടിയെടുത്ത ഈ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് 2025 ഏപ്രിൽ മാസത്തോടെ ഗോദ്റേജ് എയറോസ്പേസ് കാവേരി ഡെറിവേറ്റീവ് എഞ്ചിന്റെ ആദ്യത്തെ 2 മൊഡ്യൂളുകൾ വിജയകരമായി ഇപ്പോൾ GTREക്ക് കൈമാറിയിരിക്കുന്നത്. കരാർ ലഭിച്ചതിനു ശേഷം 2 വർഷത്തിനുള്ളിലാണ് ഈ നാഴികക്കല്ല് കൈവരിക്കാൻ ഈ കമ്പനിക്ക് കഴിഞ്ഞത്. ഇത് കമ്പനിയുടെ നിർമ്മാണ ശേഷിയെയും പ്രൊജക്ട് സമയക്രമത്തോടുള്ള പ്രതിബദ്ധതയുമാണ് കാണിക്കുന്നത്. ഈ 2 മൊഡ്യൂളുകളുടെയും പൂർത്തീകരണം ഈ പ്രത്യേക എഞ്ചിന്റെ വികസനത്തിൽ ഗണ്യമായ പുരോഗതിയെയാണ് കാണിക്കുന്നത്. മുൻ വെല്ലുവിളികളെ നേരിടുന്നതിനായി മുൻ പ്രോട്ടോടൈപ്പുകളിൽ നിന്ന് ഗണ്യമായ മാറ്റങ്ങൾക്ക് ഇത് വിധേയമായിട്ടുമുണ്ട്. ഗോദ്റേജ് എയറോസ്പേസ് നിർമ്മിക്കുന്ന ട്രൈ കാവേരി എഞ്ചിൻ ആഫ്റ്റർ ബർണർ ഇല്ലാത്ത 48 kN ത്രസ്റ്റ് എഞ്ചിനാണ്. എന്നാൽ ചിലർ പറയുന്നത് ഇത് 46 kN ആണെന്നും ചിലർ ഇത് 50 kN ത്രസ്റ്റ് എഞ്ചിനാണെന്നും പറയുന്നുണ്ട്. പക്ഷെ എല്ലാം ഇത് ആഫ്റ്റർ ബർണർ ശേഷിയില്ലാത്ത ഒരു ട്രൈ പതിപ്പാണ് എന്നതാണ് സ്ഥിരീകരിക്കുന്നത്. എന്നാൽ ഇതിന്റെ രൂപകൽപ്പന എന്ന് പറയുന്നത് യഥാർത്ഥ കാവേരി എഞ്ചിനിൽ നിന്നും വ്യത്യസ്തമാണ്. മുൻ വെല്ലുവിളികളെ നേരിടാൻ ഇതിൽ ഗണ്യമായ പരിഷ്കാരങ്ങളും മെച്ചപ്പെടുത്തലുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ നൂതനവും സ്ഥിരതയുള്ളതുമായ ആവർത്തനത്തിന് ഇത് കാരണമായിട്ടുമുണ്ട്. റഷ്യയിലെ സുക്കോവിസ്കിയിൽ ഉയർന്ന ഉയരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് എഞ്ചിൻ ഇതിനകം വിധേയമായിട്ടുമുണ്ട്. പ്രാരംഭ ഫലങ്ങൾ തൃപ്തികരമാണ് എന്ന് വിവരിച്ചിട്ടുണ്ട് എങ്കിലും കൂടുതൽ പരീക്ഷണങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുമുണ്ട്. ഈ 2 എഞ്ചിന് ശേഷം ശേഷിക്കുന്ന 6 എഞ്ചിനുകൾ ഇപ്പോൾ ഗോദ്റേജ് എയറോസ്പേസിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 2025 അവസാനത്തോടെ ഇത് ഡെലിവറി ചെയ്യാൻ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് എന്നുമാണ് പറയുന്നത്. ഇതുകൂടി ഡെലിവറി ചെയ്യുകയാണെങ്കിൽ 2022 നൽകിയ ഓർഡർ പ്രകാരം 8 മൊഡ്യൂളുകളുടെ പൂർണ്ണ സെറ്റ് GTREക്ക് കൈമാറാൻ സാധിക്കും. ഈ വികസനത്തിനപ്പുറം ട്രൈ കാവേരി എഞ്ചിനായി ഒരു നൂതന ആഫ്റ്റർ ബർണർ മൊഡ്യൂളിൽ GTRE ഇപ്പോൾ പ്രവർത്തിക്കുന്നുമുണ്ട്. ആഫ്റ്റർ ബർണർ ഇടപഴകുമ്പോൾ എഞ്ചിന്റെ ത്രസ്റ്റ് ശേഷി 73 മുതൽ 75 kN ആയി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മെച്ചപ്പെടുത്തൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ ആഫ്റ്റർ ബർണർ മൊഡ്യൂളിന്റെ വികസനം എഞ്ചിന്റെ ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രധാന സാങ്കേതിക പുരോഗതിയെയാണ് കാണിക്കുന്നത്. പ്രൊജക്ട് പ്ലാനുകൾ അനുസരിച്ച് ഈ മെച്ചപ്പെടുത്തിയ പതിപ്പ് 2028ഓടെ ഒരു തേജസ് പ്രോട്ടോടൈപ്പിൽ പരിമിതമായ വികസന പരീക്ഷണങ്ങൾക്ക് വിധേയമാകാനുള്ള സാധ്യതയുമുണ്ട്. ഈ ട്രൈ കാവേരി എഞ്ചിൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആളില്ല ആകാശ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആളില്ല സ്റ്റെൽത്ത് സ്ട്രൈക്ക് എയർക്രാഫ്റ്റ് പ്ലാറ്റ്ഫോമിനും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് DRDO വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് ആളില്ല യുദ്ധവിമാന പ്രോഗ്രാമുകൾക്കും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ഇന്ത്യൻ വ്യോമസേനയ്ക്കും കയറ്റുമതി വിപണികൾക്കുമായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ സൂപ്പർസോണിക് ട്രെയിനർ അല്ലെങ്കിൽ ലൈറ്റ് അറ്റാക്ക് ഫൈറ്റർ ജെറ്റായ HLFT-42ന്റെ ഉൽപാദന വേരിയന്റിൽ ആഫ്റ്റർ ബർണർ സജ്ജീകരിച്ച പതിപ്പ് ഉപയോഗിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ ഈ പതിപ്പ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് വൻ രീതിയിലുള്ള ഒരു അറിവ് തന്നെയാണ് ഇന്ത്യക്ക് തന്നിരിക്കുന്നത്. കാരണം കാവേരി ഡെറിവേറ്റീവ് എഞ്ചിൻ പദ്ധതിയെ ഇന്ത്യക്ക് എഞ്ചിൻ എങ്ങനെ നിർമ്മിക്കാം എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചവിട്ടുപടിയായിരുന്നു എന്നാണ് ഗോദ്റേജ് എയറോസ്പേസിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതുപോലെ തന്നെ ഈ പദ്ധതി മൂലം നേടിയ അനുഭവം 5ാം തലമുറ എഞ്ചിൻ വികസനത്തിൽ സാധ്യമായ പങ്കാളിത്തത്തിന് കമ്പനിയെ സജ്ജമാക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ഈ പദ്ധതിയിൽ നിന്ന് കിട്ടിയ അനുഭവം ഭാവിയിലെ കൂടുതൽ നൂതന എഞ്ചിൻ പ്രൊജക്ടുകൾക്ക് വളരെയധികം വിലപ്പെട്ടതായിരിക്കും. ഈ 2 വർഷത്തെ കാലയളവിനുള്ളിൽ ട്രൈ കാവേരി എഞ്ചിന്റെ 2 മൊഡ്യൂളുകൾ പൂർത്തിയാക്കിയതോടെ ഇന്ത്യയുടെ തദ്ദേശീയ എയറോസ്പേസ് എഞ്ചിൻ നിർമ്മാണ ശേഷിയിലെ ഗണ്യമായ പുരോഗതിയാണ് ഇത് കാണിക്കുന്നത്.
6 മൊഡ്യൂളുകൾ ഇപ്പോഴും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയുമാണ്. 2025 അവസാനത്തോടെ വിതരണം ചെയ്യാൻ ഷെഡ്യൂൾ ചെയ്യുകയും ആളില്ല ആകാശ ആപ്ലിക്കേഷനുകൾക്കായി പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ 48 KN ട്രൈ ത്രസ്റ്റ് എഞ്ചിൻ ലക്ഷ്യത്തിലേക്കാണ് ഈ പദ്ധതി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പദ്ധതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അനുഭവവും വൈദഗ്ധ്യവും കൂടുതൽ സങ്കീർണമായ എഞ്ചിൻ സാങ്കേതിക വിദ്യകളിൽ ഭാവിയിലെ പുരോഗതിയെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാമിനായി ഒരു 5ാം തലമുറ യുദ്ധവിമാനം എഞ്ചിനുകൾ ഉൾപ്പെടെ ഈ പദ്ധതിയുടെ വൈദഗ്ധ്യവും അനുഭവവും പ്രയോജനപ്പെടുത്താൻ സഹായിക്കും എന്നും ഇന്ത്യ പ്രതീക്ഷിക്കുന്നു. 2025 അവസാനത്തോടെ 6 മൊഡ്യൂളുകൾ കൂടി എത്തുന്നതോടുകൂടി എയ്റോ എഞ്ചിൻ മേഖലയിലെ ഒരു സുപ്രധാന നേട്ടമായിരിക്കും ഇത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.